വേവിക്കാനുള്ള ബീഫ് നമ്മളിവിടെ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ കഴുകി നമുക്ക് വാഷ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് നമ്മൾ തിരുമ്മി കഴുകണം കേട്ടോ. ഇതുപോലെ തിരുമ്മി നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെയാണ് ബീഫിൻ്റെ ചോരയൊക്കെ നമ്മൾ വേഗം കളഞ്ഞെടുക്കണ്ടേ കേട്ടോ. ഇതുപോലെ തിരുമ്മി കഴുകണം. നമ്മളിത് വലിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണിക്കല്ല എടുത്തേക്കുന്നത് കേട്ടോ. ബിരിയാണി പീസാണ്, പക്ഷേ നമ്മൾ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്. കഴുകി ഇതുപോലെ നമ്മൾ കോരി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കഴുകി അങ്ങനെ നല്ലതുപോലെ കഴുകി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി ബീഫ് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ആ ഒരു ബീഫിലേക്ക് ശരിക്ക് പിടിച്ച് കിട്ടും. അതിനുശേഷം ഫുള്ളിലിട്ട് നമ്മൾ 3 വിസിലും സിമ്മിലിട്ട് 2 വിസിലും കൂടി അടിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബീഫ്. അപ്പം നമ്മളത് അടുപ്പത്ത് വച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ മന്തി റെസിപ്പിയിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഈ മന്തി റെസിപ്പി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളിവിടെ ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് നമ്മൾ കബ്സയ്ക്കും കുഴിമന്തിക്കൊക്കെ എടുക്കാറ്. അപ്പോൾ അത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിരാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. ഇവിടെ മന്തിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അടുപ്പ് മീൻസ് ഗ്യാസ് അടുപ്പല്ല, വിറകടുപ്പിൽ. നമ്മൾ മന്തിക്ക് ഗ്രാമ്പു, കറുകപ്പട്ട, പിന്നെ കുരുമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ നമുക്ക് ആ മല്ലിയോടെ ഇട്ട് കൊടുക്കാം. മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി മല്ലി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. ജീരകം കഴുകിയിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തു. ചെറുജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. ഏലക്ക ചേർത്ത് കൊടുത്തില്ലായിരുന്നു, അപ്പോൾ ഒരു 4-5 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇറച്ചിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു ജ്യൂസി പോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 മാഗി ക്യൂബാണ് എടുത്തേക്കണേ. 2 മാഗി ക്യൂബ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കൂടെ ഒരു 1/4 സ്പൂണോടെയും അങ്ങനെ 1/4 സ്പൂൺ മുളക് പൊടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി നമ്മൾ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള മന്തി മസാല ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഇരുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ സൺഫ്ലവർ ഓയിലോട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇളക്കി മിക്സ് ചെയ്യണം. അത് നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കണം കേട്ടോ. എന്നാൽ അതിലാണ് നമുക്ക് ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് ആ മസാല, മാഗി ക്യൂബ് എല്ലാം കൂടി അതിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റായി നമുക്ക് കിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ക്യാപ്സിക്കാണ്. പച്ച ക്യാപ്സിക്കം നമ്മൾ ആ ഒരു ബീഫിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ബീഫ് മന്തി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 1 സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ക്യാപ്സിക്കാണ് എടുത്തത്. 2ഉം ഓരോന്നാട്ടോ എടുത്തത്.
നമ്മൾ ഓവറായിട്ട് എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം സവാള അരിഞ്ഞിട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ആദ്യം നമ്മൾ മല്ലിയില നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ആ മല്ലിയിലയുടെ ആ ഒരു മണം നമ്മൾ ആ മല്ലിയില മുറിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അത് തന്നെ ഒരു ഇതാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കണം, അതിൻ്റെയൊക്കെ സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാട്ടോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. ആ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു പരുവാണ് നമുക്ക് ആ ഒരു മന്തിയുടെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് ഇതിലേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും മിക്സ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേക്കണതാണ് ഈ കാണുന്നത്. ആ സൺഫ്ലവർ ഓയിലിൽ ഈ മസാല എല്ലാം കൂടി മിക്സായി കിടക്കണം. ആ ഒരു മിക്സിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആ മന്തിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിലും വ്യത്യസ്തമായ ഒരു രീതിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ നമ്മളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് നമുക്ക് കുക്കായി കിട്ടണം. നമ്മൾ സിമ്മിലിട്ടാണ് വേവിച്ചെടുക്കണം. ഓൾറെഡി നമ്മുടെ ബീഫ് വെന്തതാണ്. ഈ മസാലയൊക്കെ കൂടി ഒരു മിക്സായി കിട്ടുന്ന ആ ഒരു താമസമാണുള്ളത് കേട്ടോ. അത്രയും മതി നമുക്ക്. അപ്പോഴത്തേനും നമ്മുടെ റൈസ് റെഡിയായി കിട്ടും. പിന്നെ എപ്പോഴും മന്തിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഉണക്കനാരങ്ങ, ആ ഉണക്കനാരങ്ങ കൂടി നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മൂടി വെച്ചാട്ടോ ഇതൊന്ന് കുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം വെച്ചപ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലോടി നമ്മൾ അരി ഇടാനുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. രണ്ടാമത്തെ, ചോറ് ഒത്തിരി വെന്ത് പോകാതിരിക്കും. ഇങ്ങനെയുള്ള 2-3 ഉപകാരങ്ങൾ നമുക്ക് ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ കിട്ടും കേട്ടോ. പിന്നെ ചിലവർ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കും ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇട്ടാലും കുഴപ്പമില്ല. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ അതിലേക്ക് ആ കഴുകി വെച്ച അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ഇളക്കി കൂടി കൊടുക്കുക. അപ്പോൾ 2 കാര്യം ഒരുമിച്ച് നടക്കും. അപ്പം നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. നമ്മൾ ഇളക്കിയും കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് തിളച്ച് ആ ചോറൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെന്തതിന് ശേഷം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ബീഫ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അതിലേക്ക് നമ്മൾ ചോറ് കോരി ഇടാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ദമ്മിടുന്ന മാതിരിയാണ് നമ്മളിത് എടുത്ത് നമ്മുടെ ആ ഒരു ബീഫിൻ്റെ ഇതിലേക്ക് ആ മന്തിയുടെ റൈസ് ഇടണം കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ നിരത്തി എല്ലാ സൈഡിലും ഇടണം. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ കിടന്ന ഒരു ചെറിയൊരു വേവ് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേനും അതിൻ്റെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നോ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലായിരുന്നോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക താഴെ. അപ്പം നമ്മുടെ റൈസെല്ലാം നമ്മൾ കോരിയിട്ടുണ്ട്. നമ്മളൊരു പാത്രം ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പച്ചമുളക് കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ കുത്തി സൈഡിൽ കൂടെ വയ്ക്കുന്നുണ്ട്. ഇതുപോലെ കുത്തി വയ്ക്കുക. ഇപ്പോൾ ഒരു 4 പച്ചമുളകാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഒത്തിരി ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ 4 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മഞ്ഞ കളറ് ആക്കിയേക്കണതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഒഴിച്ചിങ്ങനെ കളറ് വച്ചാലും മതി. നമുക്ക് ഏറ്റവും അവസാനം ഇളക്കി എടുക്കുമ്പോൾ ആ ഒരു മന്തിയുടെ ഒരു കളറ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മഞ്ഞപ്പൊടി ജസ്റ്റ് ഇങ്ങനെ കലക്കിയിട്ട് ഊറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മഞ്ഞ കളർ വെച്ചു. ഇനി ഇത് ചുമന്ന കളറാട്ടോ. അപ്പോൾ അതുകൂടി ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ തീയുടെ കനൽ
ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കണ ആ ഒരു മന്തിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണതാണ്. മന്തിയുടെ ആ ഒരു മണം, ആ ഒരു പുകച്ചൊവ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഒരു ചൂട് ഉള്ള കനലിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ മൂടി വയ്ക്കണം. അങ്ങനെ മൂടി വെച്ചാലാണ് നമുക്ക് ആ ഒരു പുക എങ്ങും പോകാതെ തന്നെ നമുക്കതിൻ്റെ ഒരു ചൊവയൊക്കെയും അതിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്, കണ്ടോ. അപ്പോൾ ആ ഒരു പുക വരുമ്പോൾ തന്നെ നമ്മൾ മൂടി വയ്ക്കും. ഇനി നമ്മൾ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് എടുക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ കനലിലേക്ക് തന്നെ ഒരു 2 മിനിറ്റത്തേക്ക് നമ്മുടെ ആ ഒരു റൈസ് ഇതുപോലെ എടുത്ത് വെക്കുക കേട്ടോ. തീ കനലുള്ളൂ നമ്മുടെ ഇതിൽ. സൈഡിൽ നിന്ന് പുക പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കനലെല്ലാം കെടുത്തിയിട്ടതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുക. പിന്നെ നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ മന്തിയുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. പഴയ മന്തിയുടെ റെസിപ്പിയും ഈ റെസിപ്പിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മന്തി റെസിപ്പി എല്ലാം നിങ്ങൾ കണ്ടു. അപ്പം ആദ്യം നമ്മൾ ആ കനലെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്, ആ പാത്രം വെച്ചത്. പിന്നീട് നമ്മളിപ്പോൾ ഉണക്കനാരങ്ങ എടുത്ത് മാറ്റി. ഇനി നമ്മൾ മന്തി ശരിക്കും ഇളക്കി കൊടുക്കുകയാണ്. ശരിക്കും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ശരിക്കും ആ മന്തിയുടെ ആ ഒരു കളറ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ബീഫ് ഉൾപ്പെടെ ഇട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ശരിക്കും നമ്മളിത് തുറന്ന് കഴിയുമ്പോൾ തന്നെ ആ ഒരു മന്തിയുടെ മണവും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇളക്കിക്കൊണ്ട് വന്ന പാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ പാത്രം എടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി. വൈകി കിടന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നല്ല ഇളക്കി നല്ല ആ ഒരു മന്തിയുടെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കളറ് മാത്രമല്ല ആ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു പുകയുടെ ചുവയ്ക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രീതി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടി അറിയണമല്ലോ. ആ ടേസ്റ്റും കാര്യങ്ങളും നമ്മളിപ്പോൾ വിരുന്നുകാരൊക്കെ വരാൻ നേരത്താണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ തന്നെ അവിടുത്തെ താരം എന്ന് പറയാം. ആ മാതിരിയുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മയോണൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ തക്കാളി സോസ് ഉണ്ട്, പിന്നെ നമ്മുടെ മന്തിയുണ്ട്. ഡെക്കറേഷൻ കഴിഞ്ഞപ്പോൾ ഒരാൾ കൊടുത്ത് മുളക് പൊടി കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരും മറക്കണ്ട കേട്ടോ, ലൈക്ക് ചെയ്തേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.